തീവ്രവാദികളുടെ ഊട്ടുപുരയും വളരാനുള്ള നനഞ്ഞ മണ്ണുമാകുന്ന പാകിസ്ഥാൻ, ഇന്ത്യയിലെ നിരപരാധികളുടെ രക്തത്തിൽ കൊതി നിറഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ. അങ്ങനെയുള്ള പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒറ്റപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് അടുക്കുമ്പോൾ, അതിനെ പ്രത്യക്ഷമായി അംഗീകരിക്കുമ്പോഴും പരോക്ഷമായി അതിനെ തള്ളിപ്പറയുന്ന നടപടികളാണ് ട്രംപ് കൈക്കൊള്ളുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ജ്വാലകൾ പോലും കെട്ടണയും മുൻപ് തന്നെ പാകിസ്ഥാന് സ്വന്തം ഔദ്യോഗിക വസതിയിൽ ഇരിപ്പിടം ഒരുക്കി ഊട്ടിയ ട്രംപിനെ ആർക്കും മറക്കാൻ കഴിയില്ല. മോദിയോട് നേരിട്ട് പൊരുതാനുള്ള ധൈര്യം ഇന്ന് ട്രംപിനില്ല. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. ഒന്ന്, മോദിയുടെ ഇന്ത്യ ഇന്ന് അത്ര ഗതികെട്ട നിലയിലല്ല, സൈനികമായും ആയുധ വികസനത്തിലും സാമ്പത്തികമായും ഒന്നും. രണ്ട്, മോദി എന്ന ഉറപ്പുള്ള നിശ്ചയദാർഢ്യമുള്ള നേതാവിനെ കൈയടികളോടെ ലോകം മുഴുവൻ അംഗീകരിക്കുകയും ട്രംപിന്റെ പല നടപടികളും ലോക നേതാക്കന്മാർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അവസരത്തിൽ ട്രംപ് എന്തിനെങ്കിലും ഒന്നിനു മുതിർന്നാൽ അത് ട്രംപിന്റെ അടിവേര് പോലും തകർക്കുന്ന നടപടിയായി പോകുമെന്ന് ട്രംപിന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ മുന്നിൽ നിർത്തി കളിക്കാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനങ്ങൾ എന്ന് വിലയിരുത്തേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനിലേക്ക് $686 മില്യൺ വിലമതിപ്പിക്കുന്ന F-16 അപ്ഗ്രേഡ് പാക്കേജ് നൽകാൻ തീരുമാനിച്ചതോടെ ലോക രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനമാണ് പടർന്നു പിടിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരമായ ഡിപ്ലോമാറ്റ് നിലപാടും വീണ്ടും ഇതോടെ തെളിയുകയാണ്. F-16 യുദ്ധവിമാനങ്ങൾ നവീകരിക്കാനും പരിപാലിക്കാനുമുള്ള ഉപയോഗത്തിനാണ് ഈ പണം നൽകുന്നത്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും മറ്റു പദ്ധതികളിലും US-ഉമായി സഹകരിക്കാൻ പാകിസ്ഥാൻ ഈ കരാർ ഉപയോഗപ്രദമാകുമെന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി പറഞ്ഞു. മാത്രവുമല്ല, നവീകരണങ്ങൾ സാധ്യമാകുമ്പോൾ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ 2040 വരെ നിലനിൽക്കാൻ ശേഷിയുള്ളതായി മാറും. US, നാറ്റോ സേനകളുമായി യുദ്ധഭൂമിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ കൈമാറാനുള്ള 92 ലിങ്ക് 16 MK-82 500 പൗണ്ട് ബോംബ് ബോഡികളും ഉൾപ്പെടെ പ്രതിരോധ ഉപകരണങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. US ദേശീയ സുരക്ഷയ്ക്ക് വിൽപ്പന സുപ്രധാനമാണ് എന്ന് DSCA അഭിപ്രായപ്പെടുന്നു. ഭീകരവാദത്തെ വളർത്തിപ്പോറ്റി വർഷങ്ങളോളം ഇന്ത്യയുടെ അതിർത്തികളിൽ രക്തസാക്ഷിത്വം സൃഷ്ടിച്ച പാകിസ്ഥാനെ ആയുധങ്ങളാൽ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നീക്കം ട്രംപിന്റെ നയദൗർബല്യവും സുരക്ഷാ വീക്ഷണത്തിലെ ഭ്രാന്തും തുറന്നുകാട്ടുന്നു. അമേരിക്കയുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ തീരുമാനങ്ങൾ യാഥാർത്ഥ്യത്തിൽ ഭീകരവാദത്തിനെതിരായ ആഗോള പോരാട്ടത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന തെറ്റായ കണക്കുകൂട്ടലാണ് എന്ന് പറയേണ്ടി വരും. ഇതുവരെ അമേരിക്ക ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപ് ഭരണകൂടം പാകിസ്ഥാനെ വീണ്ടും ആയുധ സഹായം നൽകി പ്രോത്സാഹിപ്പിക്കുന്നത്. സ്വന്തം ഭൂമിയിൽ നിന്ന് തന്നെ ഭീകരവാദത്തിന് താങ്ങും തണലുമായി പ്രവർത്തിച്ച രാജ്യത്തിന് ഇത്തരത്തിലുള്ള സാങ്കേതിക സഹായം നൽകുന്നത് ഒരു രാജ്യാന്തര നിരുത്തരവാദമാണ്. എന്നാൽ ഇതുപോലുള്ള വെല്ലുവിളികൾക്കെതിരെ ഇന്ത്യ ഒരിക്കലും പിന്തിരിഞ്ഞ് ഓടിയ ചരിത്രമില്ല. മോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഇന്ത്യ അതിർത്തി സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതും രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിലും ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താത്ത ഇന്ത്യയുമാണ്. മോദി സർക്കാരിന്റെ പ്രതിരോധ നയങ്ങൾ, സൈന്യത്തിന്റെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്ന നടപടികൾ, ആയുധ സമ്പാദനത്തിലെ സ്വയം പര്യാപ്തത, അതിർത്തി നിരീക്ഷണ സംവിധാനത്തിലെ ഡിജിറ്റൽ പരിഷ്കരണങ്ങൾ, ഇതെല്ലാം കൂടി ഇന്ത്യയെ ഏത് ആക്രമണത്തെയും നേരിടാൻ തരത്തിൽ ഇന്ന് ശക്തമാക്കി കഴിഞ്ഞു. ട്രംപ് പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിച്ചാലും അതിന്റെ പ്രത്യാഘാതം ഇന്ത്യയെ ഭയപ്പെടുത്തുകയോ തടയുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ തലത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പ്രതിബദ്ധതയ്ക്ക് ഇത് കൂടുതൽ പ്രചോദനമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. ട്രംപിന്റെ തീരുമാനം രാഷ്ട്രതന്ത്രത്തിന്റെ പേരിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. രാഷ്ട്ര സുരക്ഷയിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാൻ ഭീകര താവളങ്ങൾ നശിപ്പിക്കുന്നതിൽ യാതൊരു താല്പര്യവും കാണിക്കാത്തപ്പോൾ അമേരിക്കയുടെ ഈ സഹായം തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. എന്നാൽ മോദിയുടെ നയത്തിൽ ഇന്ത്യ ഇത്തരം ആശയക്കുഴപ്പങ്ങൾക്ക് വഴങ്ങുന്നില്ല. ഇന്ത്യ സംസാരിക്കുന്നത് ശക്തിയുടെ ഭാഷയിലാണ്. അതിനാൽ പാകിസ്ഥാനും അതിന് പിന്നിൽ നിൽക്കുന്നവരും അതിനെ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ലോകം ട്രംപിന്റെ ഇത്തരം നയങ്ങൾക്ക് പിന്നാലെ പായുന്നുണ്ടാവാം. പക്ഷെ ഇന്ത്യയുടെ നിലപാട് കല്ലുപോലെ ദൃഢമാണ്. ഇന്ത്യ ആരുടെയും കരുണയ്ക്ക് ഇനി കാത്തിരിക്കുന്ന രാജ്യമല്ല. മോദിയുടെ ഇന്ത്യയാണ് സ്വന്തം ശക്തിയിൽ ലോകത്തെ അഭിമുഖീകരിക്കുന്നത്. പാകിസ്ഥാൻ നൽകിയ സഹായം ഭീകരവാദത്തെ വളർത്തുന്നുവെങ്കിൽ ഇന്ത്യ അതിനെ നശിപ്പിക്കാൻ തയ്യാറാണ്. ഈ രംഗത്ത് മോദിയുടെ നേതൃപാടവത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ട്രംപിന്റെ നിലപാടുകൾ തികച്ചും ക്ഷീണിതവും ഉത്തരവാദിത്വമില്ലാത്തതുമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇന്നത്തെ ഇന്ത്യ ഭയപ്പെടുന്ന ഒരു രാജ്യമല്ല, ഭയപ്പെടുത്തുന്ന ശക്തിയാണ്. മോദിയുടെ പ്രതിരോധ ദർശനം ഇന്ത്യയെ അതിവേഗം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്രംപിനെ പോലെയുള്ള നേതാക്കളുടെ തെറ്റായ സഖ്യങ്ങളും കണക്കുകൂട്ടലുകളും കൊണ്ടൊന്നും ഇന്നത്തെ ഇന്ത്യയെ തടുക്കാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം.